ദേശീയഗീതത്തോട് അനാദരവ് തുടർന്ന് സംസ്ഥാന സർക്കാർ മുസ്ലിം ലീഗിന് വഴങ്ങി കേരളത്തിലെ ഔദ്യോഗിക സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ നിന്നും വന്ദേമാതരം ഒഴിവാക്കി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന പരിപാടികളിൽ ഒന്നിലും വന്ദേമാതരം ആലപിച്ചില്ല. വിദ്യാർത്ഥികളെയും വന്ദേമാതരം പാടാൻ സംസ്ഥാന സർക്കാർ അനുവദിച്ചില്ല. വന്ദേമാതരം റിഹേഴ്സൽ നടത്തിയ ശേഷമാണ് ആലപിക്കാൻ അനുവദിക്കാതിരുന്നത്. മുസ്ലിം ലീഗ് ഭരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പാണ് വിദ്യാർത്ഥികളെ വിലക്കിയത്. വിവരങ്ങളുമായി ശാലിനി ഒപ്പം ചേർന്നു. ശാലിനി, നമ്മളിപ്പോൾ കണ്ട ദൃശ്യം സോണിയാഗാന്ധി വന്ദേമാതരം ആലപിക്കുന്നത് തടസ്സപ്പെടുത്തുന്നതാണ്, പൂർണ്ണമായും ആലപിക്കാൻ അനുവദിക്കാത്തതാണ്. കേരളത്തിലാകട്ടെ ലീഗിന് വഴങ്ങി കോൺഗ്രസ് നയിക്കുന്ന സർക്കാർ വന്ദേമാതരം വേണ്ടെന്ന് വയ്ക്കുകയാണ്. ഇത് രാഷ്ട്രത്തോടുള്ള അവഹേളനമെന്ന് വ്യക്തം, അല്ലേ? തീർച്ചയായും കൃഷ്ണരാജ്, അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം സംസ്ഥാനത്ത് നടക്കുന്ന സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഒരു ശ്രദ്ധാ കേന്ദ്രം എന്നുള്ളത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി നടത്തുന്ന ദേശീയ പതാക ഉയർത്തൽ ചടങ്ങും അതുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികളുമാണ്. ഈ പരിപാടിയിൽ നിന്നടക്കമാണ് രാജ്യത്തിന്റെ പ്രിയപ്പെട്ട ദേശീയ ഗീതത്തെ അകറ്റി നിർത്തുന്നത്, അവഗണിക്കുന്നത്, അവഹേളിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇന്ന് ഈ പരിപാടി നടക്കുമ്പോൾ പ്രോട്ടോകോൾ പ്രകാരം ദേശീയ ഗാനത്തിന് മുൻപ് ഈ ഒരു വന്ദേമാതരം ആലപിക്കണം എന്നുള്ളതായിരുന്നു സെൻട്രൽ ഗവൺമെന്റിന്റെ നിർദ്ദേശം. സംസ്ഥാന ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ ഉത്തരവിറക്കിയതും അത്തരത്തിലായിരുന്നു. പക്ഷേ ആ ഉത്തരവിനെ അടക്കം അവഗണിച്ചുകൊണ്ട്, കേന്ദ്രത്തെയും രാജ്യത്തെയും അവഗണിച്ചുകൊണ്ടാണ് ഈ ഒരു പരിപാടിയിൽ നിന്ന്, സംസ്ഥാനതല സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിൽ നിന്ന് വന്ദേമാതരത്തെ അകറ്റി നിർത്തിയത്. മുഖ്യമന്ത്രി മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നീളം ഈ പരിപാടി ആസ്വദിക്കാനായി ഇവിടെ ഉണ്ടായിരുന്നു. ഇതിനുശേഷം ഈ ഒരു ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം വിവിധ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ദേശീയ ഗീതങ്ങൾ ആലപിക്കുന്ന ഒരു പരിപാടി വർഷങ്ങളായി നടന്നു വരുന്നതാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന എനിക്ക് പിന്നിലായുള്ള ഈ ഭാഗത്താണ് വിവിധ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ ദേശീയ ഗീതം ആലപിക്കുന്നത്. കഴിഞ്ഞ 2-3 മാസമായി തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ റിഹേഴ്സൽ നടത്തി ഇവിടെ എത്തിയിട്ടും വന്ദേമാതരം ആലപിക്കരുത് എന്ന് തിട്ടൂരം വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കുകയായിരുന്നു. 3 ഗാനങ്ങളാണ്, പ്രത്യേകിച്ച് 3 ദേശീയ ഗീതങ്ങൾ ഉൾപ്പെടെ 3 ഗീതങ്ങളാണ് അവർ ആലപിച്ച് റിഹേഴ്സൽ നടത്തിയിരുന്നത്. പക്ഷേ ഒരു അസാമി ഗാനവും മറ്റൊരു മലയാള ഗാനവും മാത്രം പാടിക്കൊണ്ട് വന്ദേമാതരം പാടാതെ 2 ഗാനങ്ങൾ മാത്രമായി ഒതുക്കിക്കൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു പരിപാടിയും കണ്ടതിന് ശേഷമാണ് മുഖ്യമന്ത്രി വേദിയിൽ നിന്നും മടങ്ങിയതെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്കറിയാം, തുടക്കം മുതൽ തന്നെ വന്ദേമാതരത്തോട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നിലപാട്, ഇന്ത്യ മുന്നണി സ്വീകരിക്കുന്ന നിലപാട് എന്താണ് എന്നുള്ളത് സമാനമായി തന്നെയാണ്. ഇന്നലെ വൈകിട്ടോടുകൂടി സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഇങ്ങനെ വന്ദേമാതരം ആലപിക്കേണ്ട എന്നൊരു നിർദ്ദേശം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്, മന്ത്രി എൻ ശംസുദ്ദീന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. ആ നിർദ്ദേശം അതേപടി സ്വീകരിക്കുകയാണ് വിദ്യാലയങ്ങൾ എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റിഹേഴ്സൽ പോലും നടത്തിയ വിദ്യാർത്ഥികൾക്ക് വന്ദേമാതരം ആലപിക്കാനുള്ള അവരുടെ സ്വാതന്ത്ര്യം കൂടി ഇതോടുകൂടി നിഷേധിച്ചിരിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചുകൊണ്ടാണ് 80ാമത് സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ഔദ്യോഗിക ചടങ്ങുകൾ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും സംസ്ഥാന സർക്കാരിന്റെ ഈ ഒരു തിട്ടൂരം, സംസ്ഥാന സർക്കാരിന്റെ ഈ ഒരു നിലപാട് ചർച്ചയാകുമെന്നുള്ളതിൽ സംശയമില്ല. കൃഷ്ണരാജ്, ഏതായാലും സംസ്ഥാനത്ത് വന്ദേമാതരം ആലപിക്കാൻ വി.ഡി. സതീശൻ സർക്കാർ അനുവദിച്ചില്ല എന്നത് എടുത്തു പറയണം. അത് ലീഗിന് വഴങ്ങിയുള്ള ഒരു തീരുമാനമായി തന്നെ നമ്മൾ കാണണം. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി.